മലയാളത്തിന്റെ സ്വന്തം റിവേഴ്സ് ക്യൂസ്. ഇത് യൂണിടേസ്റ്റ് അശ്വമേധം പവർഡ് ബൈ ഓക്സിജൻ, ദ ഡിജിറ്റൽ എക്സ്പെർട്ട്, നിഷ് കന്യാകുമാരി, യെല്ലോ ക്ലൗഡ്, ലൂമിനാർ ടെക്നോലാബ്, മിൽമ ഇൻ അസോസിയേഷൻ വിത്ത് പങ്കജ കസ്തൂരി, ബ്രീത്ത് ഈസി ആൻഡ് SBI. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അവർ ജൂറി ശ്രീ ജോ ആന്റണി. നമസ്കാരം. താങ്ക് യു. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം മലയാളി പ്രേക്ഷകരുടെ സ്വന്തം ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപ്. മണ്ണിനടിയിൽ കുഴിച്ചിട്ട വിത്തുകൾക്ക് ചിലപ്പോൾ വല്ലാതെ പൊട്ടിച്ചിരിക്കാൻ തോന്നും. മണ്ണിനടിയിൽ നിന്ന് വിത്തുകൾ പൊട്ടിച്ചിരിക്കുന്നതാണത്രേ മുള പൊട്ടി ഉണരുന്ന ഓരോ ചെടിയും. ഈ ഇലകൾ നീട്ടി വെയിൽ മോന്തി ശതശാഖികളാകുന്ന ഒരു വൃക്ഷത്തെ ഉണ്ടാക്കുന്നതും വിത്ത് തന്നെ. മനസ്സിൽ ചില പേരുകളുടെ വിത്തുകൾ ഒളിപ്പിച്ച് മത്സരാർത്ഥികൾ എത്തുന്ന ഈ വിപരീത സമസ്യയുടെ അരങ്ങിലേക്ക് പതിവ് പോലെ പ്രേക്ഷകർക്ക് സ്വാഗതം. യൂണിടേസ്റ്റ് അശ്വമേധം പവേർഡ് ബൈ ഓക്സിജൻ, ദ ഡിജിറ്റൽ എക്സ്പെർട്ട്, നിഷ് കന്യാകുമാരി, യെല്ലോ ക്ലൗഡ്, ലൂമിനാർ, മിൽമ ഇൻ അസോസിയേഷൻ വിത്ത് പങ്കജ കസ്തൂരി, ബ്രീത്ത് ഈസി ആൻഡ് SBI. ഈ വേദിയിലേക്ക് ഇന്ന് കടന്നു വരുന്നത് ഒരു ബഹുമുഖ പ്രതിഭയാണ്, ഒരു പോളിമാത്ത്, ഒരു വെർസറ്റൈൽ ടാലൻ്റാണ്. ഒരു ഡോക്ടറാണ് ബൈ പ്രൊഫഷൻ, ഒരു അഭിനേത്രിയാണ് ബൈ പാഷൻ, ഒരു അവതാരകയാണ് ബൈ ടാലൻറ്റ്, ഒരു യൂട്യൂബറാണ് ബൈ ദ ഇമ്മൻസ് നമ്പർ ഓഫ് ഫോളോവേഴ്സ്. സ്വാഗതം ഡോക്ടർ ദിവ്യ. വാക്ക് ഇൻ പ്ലീസ്. താങ്ക് യു. ദിവ്യ, എന്തോ ദിവ്യ അല്ല, ഡോക്ടർ ദിവ്യ. ഹോമിയോ ആണ്. അതെ. പഠിച്ചതൊക്കെ എവിടെയാ? ഞാൻ നാഗർകോവിലാണ് പഠിച്ചത്. കൊല്ലമാണ് ശരിക്കും സ്ഥലം. സ്കൂളും ഒക്കെ കൊല്ലത്തായിരുന്നു. ദേശിങ്കനാടുകാരിയാണ്. അതെ. കൊല്ലത്ത് ഏത് സ്കൂളിലാണ് പഠിച്ചത്? സെന്റ് ജോൺസ് റെസിഡൻഷ്യൽ സ്കൂൾ, കാര്യവേല്, കുണ്ട്ര എന്ന് പറയും. കുണ്ട്ര എന്ന് പറയുകയല്ല, കുണ്ട്ര എഴുതുന്നതും ഒക്കെ അതെ അല്ലേ? അതെ. 1809 കുണ്ട്രയിൽ എന്ത് നടന്നേ? കുണ്ട്ര വിളംബരം. ഇതൊക്കെ അറിയാച്ചാണോ? ഇല്ല, കുറച്ചൊക്കെ. കുണ്ട്രയിൽ നിന്നാണ് വരുന്നതെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ വേലുത്തമ്പി ദളവയെ കുറിച്ച് സൂചനകൾ തന്നേനെ ആദ്യം. ഈശ്വര. ശരി. സിനിമ, രസതന്ത്രം, മഹാസമുദ്രം തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചു. അതെ. എത്രാമത്തെ വയസ്സ് മുതലാണ് ഈ ഒരു പോളിമാത്താണെന്ന് സ്വയം തോന്നി തുടങ്ങിയത്? സ്കൂളിൽ പഠിക്കുമ്പോൾ കുറച്ചൊക്കെ കലാ രംഗത്തൊക്കെ കുറച്ച് പാട്ട്, ഡാൻസ്, അങ്ങനത്തെ പ്രോഗ്രാംസ്. മതി, പാട്ട് കേട്ടിട്ട് മതി. അത് സ്കൂളിൽ പഠിക്കുമ്പോഴേ. സ്കൂളിലുള്ള പാട്ട് ആദ്യം കേൾക്കാം, കോളേജിലുള്ളത് പിന്നീട് കേൾക്കാം. സത്യമായിട്ട് ഞാൻ അങ്ങനെ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ഒരു. കുഴപ്പമില്ലെന്ന്, നമുക്ക് ഒരുപാട് സമയമുണ്ട്, കേൾക്കാം. ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു, ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു, ഓമലേ ജീവനിൽ അമൃതികാനായി വീണ്ടും ഇന്നും ഏതോ ഓർമ്മകളായി കിനാവിൻ മുത്തേ നീ വന്നു. ഈ മുഖത്ത് നോക്കി എങ്ങനെയാ പച്ച കള്ളം പറയുന്നത്? സത്യമായിട്ട് ഞാൻ എന്റെ പാട്ട് ഇങ്ങനെയല്ല യഥാർത്ഥത്തിൽ. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ മനുഷ്യർ നുണ പറയൂ? ഞാൻ ചെറുതായിട്ടേ പാടൂ. ശ്രീ ജോ, താങ്കളും വിചാരിച്ചില്ലേ അപ്പൊ ചെറുത് എന്തെങ്കിലും പാട്ട് അല്ലേ? ഗംഭീരമായിരുന്നു അല്ലേ? താങ്ക് യു സർ. താങ്ക് യു ഫോർ ദ കോംപ്ലിമെന്റ്. വീട്ടിലാരൊക്കെ ഉണ്ട് ഡോക്ടർ ദിവ്യ? വീട്ടിൽ ഹസ്ബൻഡുണ്ട്, 2 മക്കളുണ്ട്, അച്ഛനുണ്ട്. ഹസ്ബൻഡിന്റെ പേരെന്താ? അനുശങ്കർ. അനുശങ്കർ. എന്ത് ചെയ്യുന്നു അദ്ദേഹം? അദ്ദേഹം മീഡിയ പ്രൊഫഷണലാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ഇപ്പോൾ. ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ലോകമാണ്. അതെ. യൂട്യൂബ് ചാനൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട്? 9,20,000. ചാനലിന്റെ പേരെന്താണ്? ഡോക്ടർ ദിവ്യ നായർ. ഡോക്ടർ ദിവ്യ നായർ. 9 ലക്ഷം ഫോളോവേഴ്സ് പിന്തുടരുന്ന
ഒരു വലിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിൻ്റെ മുമ്പിലാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. അയ്യോ, അങ്ങനെ പ്രാക്ടീസ് ഉണ്ടോ ഇപ്പോൾ ഹോമിയോ ഡോക്ടർ? പ്രാക്ടീസ് ഉണ്ട് സാർ. എനിക്കൊരു ക്ലിനിക് ഉണ്ട്, കവടിയാറിലാണ്, തിരുവനന്തപുരത്ത് കവടിയാറിൽ ക്ലിനിക് ഉണ്ട്. അത് കൂടുതലും ഹോമിയോപ്പതി, പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കോസ്മെറ്റോളജിയും കൂടെയാണ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നത്. ആളുകൾ എന്തിനാ ഹോമിയോപ്പതി ഒരു സ്യൂഡോ സയൻസ് ആണെന്ന് പറയുന്നത്? വെറുതെ പറയുന്നതായിരിക്കും അല്ലേ? വെറുതെ എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഹോമിയോപ്പതിയുടെ സ്പെല്ലിംഗ് പോലും എഴുതാൻ അറിയാത്ത ആൾക്കാരാണ് ഹോമിയോപ്പതി എന്നുള്ളതിനെ പറ്റി പറയുന്നത്. ഇതിപ്പോൾ ആ സിസ്റ്റം നമ്മൾ നോക്കുകയാണെങ്കിൽ അനാട്ടമി, ഫിസിയോളജി. ആ സാർ, ഹോമിയോപ്പതി സ്പെല്ല് ചെയ്യൂ അനീഷ. HOMEO PATH അല്ലല്ലോ അനീഷ, അല്ലേ? ചോദിച്ചു നോക്കൂ എന്താണെന്ന്. അങ്ങനെയല്ലേ? അല്ല അല്ലല്ല, അല്ല, എനിക്കറിയില്ല. HOMEO ആണോ? അതെ, കറക്റ്റ്. ഒരു ഓയും കൂടി അല്ലേ? അപ്പൊ അത്ര പോലും ഏറ്റവും കൂടുതൽ ആളുകൾ, അല്ല അനീഷയുടെ തെറ്റല്ല കേട്ടോ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തെറ്റിക്കുന്ന വാക്കുകളാണത്. വാക്വം നമ്മൾ കുട്ടിക്കാലത്ത് ഒരുപാട് സ്ഥിരം ഉപയോഗിക്കുന്ന ആണ്. എന്താണ് വാക്വത്തിൻ്റെ സ്പെല്ലിംഗ്? VACCUM എന്നാണ്. അത് ഓപ്റ്റിക്കൽ എറർ എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ കാഴ്ച നമ്മളെ വഞ്ചിക്കും, നമ്മുടെ കാഴ്ച നമ്മളെ വഞ്ചിക്കും. അതുകൊണ്ട് നമ്മൾ പുസ്തകത്തിലൊക്കെ വാക്വം എന്ന വാക്ക് കാണുമ്പോൾ നമ്മൾ വേഗത്തിൽ വായിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നമ്മളോട് പറയുന്നൊരു നുണയാണ് VACCUM എന്ന്. ഇല്ല, അങ്ങനെ ഒരു വാക്കില്ല. VACUUM ആണ്. ഒരു സിയും 2 യുവുമാണുള്ളത്. പക്ഷേ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തെറ്റിക്കുന്ന വേർഡാണ് വാക്വം. കാരണം അതൊരു ഓപ്റ്റിക്കൽ. ഇപ്പോൾ ആശുപത്രികളിലുള്ള പല ഹോമിയോപ്പതി മാത്രമല്ല, കാഷ്വാലിറ്റിയുടെ സ്പെല്ലിംഗ് പറയൂ അനീഷ. CASUALITY. അങ്ങനെ ഒരു വാക്കില്ല ഇംഗ്ലീഷിൽ. കാഷ്വാലിറ്റിയാണ്, ഐ ഇല്ല. പക്ഷെ ഇതൊക്കെ നമ്മുടെ അറിവുകേട് കൊണ്ടല്ല, നമ്മുടെ കാഴ്ച നമ്മളെ വഞ്ചിച്ച് നമ്മളറിയാതെ ഒരു അക്ഷരം നമ്മളിൽ കൂട്ടിച്ചേർക്കുകയോ നമ്മുടെ ബോധമനസ്സിൽ നിന്നത് ഒഴിവാക്കുകയോ ചെയ്യും. അതുകൊണ്ടാണ് സൂക്ഷ്മതയോടുകൂടി ഓരോന്നും മനസ്സിലാക്കണം എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായെങ്കിൽ മനസ്സിലായെന്നും, മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ലെന്നും, പറഞ്ഞില്ലെങ്കിൽ മനസ്സിലായതും കൂടെ മനസ്സിലാകാതെ. മനസ്സിലായി? പറയൂ ദിവ്യ. അപ്പോൾ ഹോമിയോപ്പതിയുടെ സ്യൂഡോ സയൻസ് ഒന്നുമല്ല, ഞാനും അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഡോക്ടർ സാമുവൽ ഹാനിമാൻ എന്ന് പറയുന്ന മഹാപ്രതിഭയുടെ അല്ലേ ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. എന്നെക്കാൾ എല്ലാത്തിനേക്കാളും ഒരു ഏറ്റവും മികച്ച ഒരു ആപ്തവാക്യമല്ലേ നിങ്ങൾക്ക്? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. തീർച്ചയായും അത് തീർച്ചയായും രോഗത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും അല്ലേ? പിന്നെ ഞങ്ങൾ കുറച്ച് മൈൻഡിന് കുറച്ച് പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ WHO വരെ റീസെൻ്റ് ആയിട്ടാണ് മൈൻഡിനെ കൂടെ ഹെൽത്തിൻ്റെ ഡെഫിനിഷനിൽ ആഡ് ചെയ്തത്. പക്ഷേ നമ്മുടെ ബേസ് തന്നെ മൈൻഡിലുള്ള നമ്മുടെ പല രീതിയിലുള്ള നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കാം. ഇപ്പോൾ സാറിനെ കാണുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു നെഗറ്റീവ് തോട്ടായിരിക്കാം. അല്ല, ഫോർ എക്സാമ്പിൾ എന്നെ കാണുമ്പോൾ ഇല്ല അങ്ങനെ ആവാം. അതെ, തീർച്ചയായിട്ടും അങ്ങനെ ഉള്ള ഒരു കാര്യമായിരിക്കാം നമുക്കുണ്ടാവുന്ന അവസ്ഥകൾക്കോ രോഗങ്ങൾക്കോ ഒക്കെ ഉള്ള കാരണം എന്ന് ആണ് നമ്മുടെ ഒരു ബേസ് എന്ന് പറയുന്നത്. അതിൽ ആണ് ഒരു ബേസ് എന്ന് പറയുന്നത്. അതിന് ഏറ്റവും എളുപ്പമുള്ള മാർഗം നമ്മൾ ആരെ കാണുമ്പോഴും പോസിറ്റീവായി കാണുക. അല്ലേ? അതെ. നല്ല ചിരിയായിട്ടോ. താങ്ക് യു. കുറെ സീരിയലായില്ലേ? സീരിയൽ ചെയ്തിട്ടുണ്ട്. കൈരളിയിലെ മിന്നാമിനിങ് അവതരിപ്പിച്ചിരുന്നു. അതെ, മിന്നാമിനിങ് അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കൈരളിക്ക് അങ്ങനെ തന്നെ വരുന്നു. ആരംഭിക്കാം. തീർച്ചയായിട്ടും. ആദ്യത്തെ സോൺ ചെറിയ പ്രശ്നമുണ്ടോ? എന്തോ ആദ്യത്തെ മേഖല എനിക്ക് സത്യം പറഞ്ഞ് ഞാൻ ഔട്ട് ഓഫ് കവറേജ് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. എനിക്ക് എന്തൊരു എന്നോട് പ്രൊഡ്യൂസർ പറഞ്ഞത് ഡോക്ടർ ദിവ്യ വരുന്നുണ്ട്, വലിയ നടിയാണ്, അതുകൊണ്ട് ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട സൂചനകൾ കൊടുത്തോളണം, സിനിമയാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഈശ്വരാ, നോക്കാം സാർ, നോക്കാം. എനിക്ക് അത്ര തമിഴ് സിനിമയൊക്കെ കാണാറുണ്ടോ? ആ, ഒരുവിധം. തുടങ്ങിയാലും തുടങ്ങാം. നൗ യു ആർ എ ബിറ്റ് ഫ്രീ. ഇപ്പോൾ ഒരു അല്പം ആ ടെൻഷൻ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ അടുത്ത പാട്ടുകൂടെ പാടാൻ ഇടയ്ക്ക്, അപ്പോൾ ടെൻഷൻ ഒന്ന് കുറയ്ക്കാം. ശരി, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ഡോക്ടർ ദിവ്യ എന്ന ഹോമിയോ ഡോക്ടർ, നടി, അവതാരക, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആൻഡ് വാട്ട്സ് നോട്ട്. യു ആർ ദ ഗ്രാൻഡ് മാസ്റ്റർ ഇൻ ദിസ് സെഗ്മെന്റ്. ലെറ്റ്സ് പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ. ഒരു ചലച്ചിത്ര താരത്തെയാണ് കണ്ടെത്തേണ്ടത്. ഒരു കാര്യം ചെയ്യാം, അദ്ദേഹം അഭിനയിച്ച ചില സിനിമകളുടെ പോസ്റ്റേഴ്സ് തന്നെ നമുക്ക് ആദ്യം കാണാം അല്ലേ? ഓ, അദ്ദേഹം എന്ന് പറഞ്ഞപ്പോഴേ അത് പുരുഷനാണെന്ന് മനസ്സിലായി. കാണാം.
ഉലകം സിരിക്കുന്നത്, സൊല്ല് തമ്പി സൊല്ല്, ഉഴവുക്കും തൊഴിലുക്കും വന്ദനൈ ചെയ്വോം. ഞാൻ അഭിനയിച്ച ഒരുപാട് സിനിമകളിൽ ചിലതാണിത്. പറഞ്ഞോ, തെറ്റിയാലും ഒരു കുഴപ്പമില്ല, അടുത്ത സൂചന തരുമെന്നേ ഉള്ളൂ. ശിവാജി ഗണേശൻ. ജസ്റ്റ് മിസ്ഡ്. ശിവാജി ഗണേശനല്ല, 1 കോടിക്ക് കളിക്കാനുള്ള അവസരം നഷ്ടമായി. അടുത്ത സൂചനയിലേക്ക് പോവാം. 1983 ഇദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചു. ഇല്ല. മൂന്നാമത്തെ സൂചനയിലേക്ക് പോകാം. എക്സൽ കമ്പനി എന്ന കമ്പനിയുടെ പ്രൊഡക്ഷൻസിന് വേണ്ടിയാണ് അഭിനയ രംഗത്തേക്ക് ആദ്യമായി ഞാൻ കടന്നു വന്നത്. വിശക്കുന്നുണ്ടോ? ഇല്ല. നാലാമത്തെ സൂചനയിലേക്ക് പോകാം. എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല സാർ. ഹങ്കർ, വിശപ്പ്. ഈ കോൾ ഓഫ് ഹങ്കർ വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്, വിശപ്പിൻ്റെ വിളി കേൾക്കുന്നുണ്ട് ഞാൻ. വിശപ്പിൻ്റെ വിളിയാണ് ഇദ്ദേഹത്തിൻ്റെയും പേര് മാറ്റാൻ കാരണമായത്, നിമിത്തമായത്. തിരിച്ച് മലയാളിയാണോ? അല്ല, തമിഴ് ആണ്. അശ്വമേധം കളിക്കാൻ പറ്റില്ല. സൂചന തരൂ. അഞ്ചാമത്തെ സൂചന തരട്ടെ? തരട്ടെ? അപ്പൊ ഉത്തരം പറയും. പക്ഷേ നോക്കാം. ഇതാ, ഇതിൽ 3 തവണ ഞാൻ ഇടം കൊണ്ടിട്ടുണ്ട്. എൻ്റെ പേരിൽ 3 എൻട്രി ഉണ്ട് ഇതിൽ. ഒരേ നായികയോടൊപ്പം ഒരുപാട് സിനിമ. ഉറക്കെ പറയൂ. ഉറക്കെ. തീർച്ചയായും അദ്ദേഹം അഭിനയിച്ച തമിഴ് ചലച്ചിത്രങ്ങൾ നിരവധിയാണ്. അതിൽ പ്രധാനപ്പെട്ട 3 സിനിമകളാണ് ഞാൻ കാണിച്ചത്. ഞാൻ വഴിതെറ്റിപ്പോയി. ഞാൻ തമിഴിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തു. ഞാൻ നൽകിയ സൂചനകളൊക്കെ വിശപ്പിന്റെ വിളിയിൽ അഭിനയിക്കുമ്പോഴാണ് തിക്കുറിശി അബ്ദുൽ ഖാദർ എന്നുള്ള പേര് മാറ്റി പ്രേം നസീർ എന്ന പേരെടുത്തത്. മൊത്തം എനിക്ക് സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ കൺഫ്യൂഷനായി. ഇത് ആരാ, എങ്ങനെ പറയണം എന്നുള്ള ഒരു ഇതായിപ്പോയി. ഞാൻ ഫുൾ ആൻഡ് ഫുൾ തമിഴിലേക്ക് തന്നെ എൻ്റെ ഒരു ഇത് പോയി. പിന്നെ തമിഴിൽ നിന്ന് എനിക്കറിയായിരുന്നു. ശരി, എന്തായാലും ഇഷ്ടപ്പെട്ടു സംഗതി. അതെ, ഇതും ചില പ്രേക്ഷകർക്ക് ഒരു പുതിയ അറിവല്ലേ? അതെ, തമിഴിൽ അദ്ദേഹം ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ അല്ലേ? അതെ. അപ്പോൾ എന്തായാലും ക്വാളിഫൈഡ്, റെഡി ടു പ്ലേ. യെസ് സർ. അനിഷ പ്ലീസ്. ജൂറി അത് അപ്രൂവ് ചെയ്യട്ടെ. അതിനു മുൻപ് അതിനിടയിൽ ഒരു പാട്ട്. കവിതയല്ലോ? കവിത ഇല്ല സാർ. അത് ഇല്ലാന്ന് പറയുമ്പോൾ ഉണ്ടെന്ന് ഉറപ്പിച്ചോളണം. പണ്ട് മത്സരത്തിനൊക്കെ പഠിച്ചതേ ഉള്ളൂ. അല്ലാതെ ശാർങ്ങക പക്ഷികൾ എന്ന് പറഞ്ഞിട്ടൊരു കവിത ഞാൻ പഠിച്ചിട്ടുണ്ട് പണ്ട്. വരികൾ മുഴുവൻ ഞാൻ പറഞ്ഞു തരാം, ചൊല്ലിയാ മതി. എനിക്ക് അറിഞ്ഞൂടാ സാർ. ഇനി ഞാൻ ഉണർന്നിരിക്കാം, നീ ഉറങ്ങിയിടുക, എത്തേണ്ടിടത്തെത്തുവാൻ ഇനി എത്രയുണ്ടെന്നറിയാത്തൊരു യാത്രയിൽ തമ്മിൽ ചുമലൊത്തു വീണ്ടും ചുവടുവച്ചുമതൻ ഹ്ലാദ വിഷാദങ്ങൾ പങ്കുവച്ചങ്ങനെ സഞ്ചരിക്കെ വന്നു മറ്റൊരിടവേള. എല്ലാം മറന്നൊന്നുറങ്ങിയ യാമങ്ങൾ എന്നേക്കുമായി അസ്തമിച്ചുപോയി. ഇന്നിനി നമ്മിലൊരാളിൻ്റെ നിദ്രയ്ക്കു മറ്റേയാൾ കണ്ണിമ ചിമ്മാതെ കാവൽ നിന്നീരണം. ചൊല്ലു. അയ്യോ സാർ, ഞാൻ NN കക്കാട് സാറിൻ്റെ ഒരു സബലമയാത്ര. അതാകുമ്പോൾ എനിക്ക് പാട്ട് പോലെ പാടാം. പക്ഷെ എനിക്ക് 4 വരി 5 വരി അറിയുള്ളൂ. വരി പറഞ്ഞു തരാം, ചൊല്ലിക്കോ. ആർദ്രമീധനുമാസരാവുകളിലൊന്നിൽ ആതിരവരും പോകുമല്ലേ സഖീ, ഞാനീ ജനലഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ, നീ നണിയത്തു തന്നെ നിൽക്കൂ, ഇപ്പഴം കൂടൊരു ചുമക്കടിയിടറി വീഴാം. പ്രണിതമാം കണ്ഠത്തിൽ ഇന്നു നോവിത്തിരി കുറവുണ്ട്, വളരെ നാൾ കൂടി നേരിയ നിലാവിന്റെ പിന്നിൽ. എന്തായാലും ഒരു സംഗതി പറയട്ടെ, ഇത് ധനുമാസമാണ്. അതൊരു കോയിൻസിഡൻസ് ആയിരുന്നു. ആരാണ് മനസ്സിലെന്ന് ആർക്കറിയാം അല്ലേ? അപ്പോഴാരെന്നും എന്തെന്നും ആർക്കറിയാം. അതെ സർ, അപ്രൂവ്ഡ്. അതിഗംഭീരമായി കവിത ചൊല്ലുന്ന, അതിഗംഭീരമായി പാട്ടുപാടുന്ന, എന്നാൽ പച്ച
പച്ച കള്ളം. എൻ്റെ അച്ഛൻ പറയും കത്രികയും പച്ചിലയും പോലെ നീ നുണ പറയരുതെന്ന് പറയും. പച്ചിലയും കത്രികയും പോലെ നുണ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ, ചെറുതായിട്ട് കവിതയല്ലേ ഉള്ളൂ, ചെറുതായിട്ട് പാട്ടുപാടേ ഉള്ളൂ എന്ന് പറഞ്ഞ ദിവ്യ എന്ന ഈ മിടുക്കിയോടൊപ്പം അശ്വമേധത്തിൻ്റെ ആദ്യത്തെ സെഗ്മെൻറ്റിലേക്ക് ആദ്യ 10 ചോദ്യങ്ങളുടെ മേഖല യാഗം. പുരുഷൻ യെസ് സർ. ആണ്. അതെ. ഇന്ത്യൻ? അതെ. മലയാളി? അല്ല. 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 സൗത്ത് ഇന്ത്യൻ? അതെ. ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. 50 വയസ്സിന് മുകളിൽ പ്രായം? അല്ല. സ്പോർട്സ്? അല്ല. 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 50 വയസ്സിന് മുകളിൽ പ്രായമില്ലാത്ത സൗത്ത് ഇന്ത്യക്കാരനാണ്, മലയാളിയല്ല, പുരുഷനാണ്, പക്ഷേ സ്പോർട്സ് അല്ല. അല്ല. രാഷ്ട്രീയം, കല, സാഹിത്യം? അല്ല. മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം? അല്ല. സയൻസ്, സ്പേസ്, ബിസിനസ്? അല്ല. 10 ചോദ്യങ്ങൾ യജ്ഞം. സൗത്ത് ഇന്ത്യൻ ആണ് എന്ന് പറയുന്നത് ശരിയല്ലേ അല്ലേ? അതെ. തമിഴ്നാട്? ചോദ്യമാണോ സർ? അതെ. അതെ. മീഡിയ പ്രൊഫഷൻ ഓർ പ്രൊഫഷണൽ? മീഡിയ പ്രൊഫഷണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ. മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. മീഡിയയോ പ്രൊഫഷണലോ ആണോ? ഡോക്ടർ, എഞ്ചിനീയർ, ലോയർ, അങ്ങനെ പ്രൊഫഷണലോ ആണോ? അല്ല. രാഷ്ട്രീയം, കലാ, സാഹിത്യമല്ല, മതപര, സ്പോർട്സ്, സയൻസ്, സ്പേസ് അല്ല. ഉദ്യോഗം, ജോലി? അതെ. അല്ല. അതെ. ജോലിയാണ്. അതെ. 50 വയസ്സിന് താഴെ പ്രായം എന്നല്ലേ പറഞ്ഞത്? അതെ. യൂണിഫോം ഉള്ള ഉദ്യോഗം? അതെ. കേരളത്തിലാണോ അദ്ദേഹം ജോലി ചെയ്യുന്നത്? അല്ല സർ. അല്ല. പോലീസ് ഓഫീസർ? അല്ല. 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 പ്രൊഫഷണൽ അല്ലെന്നാണ് പറഞ്ഞത്. ലീഗലൊക്കെ, വക്കീലൊക്കെ പ്രൊഫഷണലിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ്. പ്രൊഫഷണൽ അല്ലെന്നാണ് പറഞ്ഞത് താങ്കൾ. അല്ല. ഉദ്യോഗം തന്നെയാണ്, പ്രൊഫഷണൽ അല്ല. അതെ. 16 ചോദ്യങ്ങൾ രാജസൂയ. ആംഡ് ഫോഴ്സസ്? സൈനികനാണോ? അതെ. ഒരു പ്രത്യേക സംഭവം വഴിയാണോ പ്രശസ്തി? അതെ. ഒരു പാട്ട്? പാട്ട് ഏത് പാട്ട് സാർ? എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് പറഞ്ഞാൽ ഞാൻ നോക്കാം. എല്ലാ പാട്ടും എനിക്കറിയില്ല, എങ്കിലും സാറിൻ്റെ ഒരു ഫേവറേറ്റ് പാട്ട്. എൻ്റെ ഫേവറേറ്റ് പാട്ട് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളതാണ്. അപ്പോൾ അതന്നെ പാടാം. പക്ഷെ കടുങ്കയ്യ എന്നാലും. കാരണം നമ്മൾ കോമണായി മലയാളത്തിൽ ഇംഗ്ലീഷിൽ സ്ഥിരമായി പറയുകയും എല്ലാവരും വാട്സപ്പിൽ 3 കുത്തി അയക്കുകയും ചെയ്യുന്ന ഒരു മെസ്സേജ് ഉണ്ട്. അല്ലെങ്കിൽ ചുമ്മാ ആളുകളുടെ തോൾ മിസ് യുടാ. മിസ് യു എന്നുള്ളതിന് ഇതിനേക്കാൾ മനോഹരമായി മലയാളത്തിലൊരു തർജ്ജമ ലോകത്തിലാർക്കും ചെയ്യാൻ കഴിയില്ല. അത് ONVക്ക് മാത്രമേ കഴിയൂ. മിസ് യു എന്നുള്ളതിന് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നെഴുതുന്ന കവി അല്ലേ? ശാർഗ പക്ഷികളൊക്കെ അറിയാവുന്ന ആളാണ്. ONV കുറുപ്പ് സാറിൻ്റെ കവിതയൊക്കെ ഇഷ്ടമുള്ള ആളാണ്. ശരി. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നിലച്ചുപോയി, ഒരു മാത്ര വെറുതെ നിലച്ചുപോയി. താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ സവിശേഷത, അദ്ദേഹത്തിൻ്റെ പ്രശസ്തിക്ക് ശേഷം
ഈ രാജ്യത്തെ ഒരു പ്രൊഫഷണൽ ആർട്ടിൽ ഒരു പുതിയ ഡിസൈന് കാരണമായിട്ടുണ്ടോ? ഉണ്ട്. ഉണ്ട് സാർ. യെസ്. എന്നെ കൊണ്ടൊന്നും പക്ഷേ വലിയ പ്രയാസമാണ്. മരവിച്ചൊരസ്ഥികൾ ജീവൻ ധരിക്കുമോ, എവിടെയാണെങ്ങാണ് കണ്ണീർ നിപാതം എന്നൊരു കവി എഴുതിയിട്ടുണ്ട്. അതിവല്ലാതെ ദുരിതം പാകിയ യുദ്ധങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. യുദ്ധത്തിൽ മുറിവേറ്റു പോകുന്നവരുണ്ട്, യുദ്ധത്തിൽ മരിച്ചു പോകുന്നവർ അസംഖ്യമുണ്ട്. ഒരുപക്ഷെ യുദ്ധത്തിൽ മരിക്കുന്നതിനേക്കാൾ ദാരുണവും ഭീകരവുമാണ്, വിശിഷ്യ ഇപ്പോഴല്ല, പൗരാണിക ചരിത്രത്തിൻ്റെ കാലം മുതൽ യുദ്ധത്തിലെ ഏറ്റവും വലിയ വേദന ശത്രു കക്ഷിയിലെ പിടിയിലകപ്പെടുക എന്നുള്ളതാണ്. പൗരാണിക ചരിത്രത്തിൽ എതിർ രാജ്യത്തിൻ്റെ സൈനികൻ പിടിയിലകപ്പെടുന്നതൊക്കെ വല്ലാത്ത വേദനാജനകമായ അനുഭവമാണ്. അത്തരം വേദനാജനകമായ അനുഭവത്തിലൂടെ താങ്കൾ മനസ്സിൽ വിചാരിച്ച വ്യക്തി കടന്നുപോയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. താങ്കൾ മനസ്സിൽ വിചാരിച്ചത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ, ഇന്ത്യൻ സേനാ വിഭാഗത്തിൻ്റെ ആത്മാഭിമാനമായി മാറി. പോരാട്ടത്തിനിടയിൽ പിടികൂടപ്പെട്ടുവെങ്കിലും ജനീവ കരാർ അടക്കമുള്ള പ്രത്യേക തീരുമാനങ്ങളുടെ ഭാഗമായി തിരികെ രാജ്യത്തിന് വിട്ടുകിട്ടിയ ആ വിമോചനം കൊണ്ട് തന്നെ ഒരുപക്ഷെ ഒരല്പം മഞ്ഞുരുകൾ, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള മഞ്ഞുരുകലിന് കാരണക്കാരനായ തൻ്റെ പ്രത്യേകമായ സവിശേഷമായ മീശ ഇന്ന് ഒരു പുതിയ മുഷ്ടാക്കട്ടിന് പേര് തന്നെ അങ്ങനെയുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഭാരതത്തിൻ്റെ അഭിമാനമായ ധീര ജവാൻ അഭിനന്ദൻ വർദ്ധമാൻ തന്നെ അല്ലേ മനസ്സിൽ? തീർച്ചയായിട്ടും. അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോൾ വർദ്ധമാൻ കട്ടുണ്ട്. ഉണ്ട്. കപ്പടാ മീശ. അതെ. അഭിനന്ദൻ വർദ്ധമാൻ ഇന്ത്യൻ വ്യോമസേനയിലെ വിംഗ് കമാൻഡർ, MiG-21 ബൈസൺ പൈലറ്റ്. 2019 ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ അതിർത്തിയിൽ പറന്നെത്തിയ പാക് പോർ വിമാനങ്ങളെ തുരത്തുന്ന നീക്കത്തിനിടയിൽ തകർന്ന വിമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ട അഭിനന്ദൻ പാക് സൈന്യത്തിന്റെ പിടിയിലായി 3 ദിവസം പാകിസ്ഥാൻ സേനയുടെ യുദ്ധ തടവുകാരനായിരുന്നു. 2019 മാർച്ച് 1-ാം തീയതി ജനീവ കരാർ പ്രകാരം വാഗ അതിർത്തിയിലൂടെ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കപ്പെട്ടു. ഇപ്പോഴേ അനീഷ് സമ്മാനം കൊണ്ടുവന്നൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, സ്വകാര്യം പറയാനുണ്ട്. ആരോടും പറയരുത്. ഇത് അശ്വമേധത്തിൻ്റെ സ്നേഹോപഹാരം. ഇത് മിൽമ നൽകുന്ന ഒരു ഉപഹാരം. നീ ഇങ്ങോട്ട് വരൂ. ഈ നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ അഭിനന്ദൻ വർദ്ധമാനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ വൈകാരികമായ ചിന്തയുണ്ടാകും. ഒരുപാട് പേർ പൊലിഞ്ഞുപോയ ഒരുപാട് മനുഷ്യരെ കുറിച്ചൊക്കെ നമ്മൾ ഓർമ്മിക്കും. ഈ രാത്രി പ്രേക്ഷകരോട് നമ്മൾ യാത്ര പറഞ്ഞു പിരിയുമ്പോൾ അവർക്ക് ആവശ്യം സ്വച്ഛശാന്തമായ ചില ഓർമ്മകളുടെ തെന്നലാണ്, അല്ലേ? ഉറക്കത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് രാവിലെ അവരുടെ ചിന്തകളിലേക്ക് പാടി വരുന്ന ചില ഓർമ്മകളുടെ കാറ്റ്. ദിവ്യ പാടും തീർച്ച. ആടിവാ കാറ്റേ പാടിവാ കാറ്റേ ആയിരം പൂക്കൾ നുള്ളിവാ, അന്തിപ്പൂമാനം പൊന്നൂഞ്ഞാലാട്ടും മന്ദാരച്ചെപ്പിൽ മുങ്ങിവാ, കാണാത്തിരിമുറിവുകളിൽ തൂവും കുളിരമൃതായി, തിരിമുറിവുകളിൽ തൂവും കുളിരമൃതായി, കരളിൽ കടലും അതിരവമായി പൂങ്കാറ്റേ ലാലാലാ. ആടിയും പാടിയും അക്ഷരമെഴുതിയും ആയുധം ഉപയോഗിച്ചും അടരാടിയും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചും ഈ ലോകത്തിൽ ഉജ്ജ്വലരായി മാറിയ ഒരുപാട് മഹാരഥന്മാരുണ്ട്, മനുഷ്യരുണ്ട്. അവരുടെ പേരുകൾ കണ്ടെത്തുന്ന ഈ കളിയിൽ, ഈ പോർവിളയാട്ടിലല്ല, ഈ പേർ വിളയാട്ടിൽ അടുത്ത ദിവസം വീണ്ടും കാണാം. ശുഭരാത്രി. നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം. ബയോഡേറ്റ അയക്കേണ്ട വിലാസം ashwamedham@kairalitv.in. ONVക്ക് ബാലമുരളി എന്ന് പറയുന്നൊരു പെന്നേം ഉണ്ടെന്ന് ഞാൻ സാറിൻ്റെ ഏതൊരു കണ്ടിട്ടാണ് മനസ്സിലാക്കുന്നത്. അങ്ങനത്തെ എന്താ പറയുക, ഹിഡൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കാതെ ഇന്ത്യൻ ഓർണിത്തോളജിയുടെ ഫാദർ ഹ്യൂം ആണെന്ന് സാധാരണപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ സിനിമയുടെ വിഷയത്തിനെ ചൊല്ലിയിട്ട് അദ്ദേഹത്തിനോട് ചീഫ് ഗസ്റ്റായിട്ട് ക്ഷണിച്ച് പുള്ളി കോഴിക്കോട് എത്തിയെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു.
പക്ഷേ അതിന് ശേഷമാണ് ഈ പറയുന്ന പോലെ അവർക്ക് കാതൽ പഠിപ്പിക്കാതെ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് വരുവാണ്. അവരുടെ സിലബസിൽ കാതൽ വന്നിരിക്കുകയാണ്. ഇറ്റലി, സ്വീഡൻ, സ്പെയിൻ അല്ല. ഹംഗറി, ബെൽജിയം. അതെ. ഹംഗേറിയൻ ആണ്. അതെ. അതുപോലെ അശ്വമേധം ഈ പറയുന്ന പോലെ എന്താ പറയുക, എല്ലാവരും വരുമ്പോൾ പറയുന്നുണ്ട് എല്ലാവരും പണ്ട് കളിക്കാറുണ്ട്, ബന്ധുക്കളോ റിലേറ്റീവ്സോ ഫ്രണ്ട്സ് കൂടുമ്പോൾ. ഞാനിതൊരു കൈൻഡ് ഓഫ് ഒബ്സഷനായിട്ട് കുറേ കാലം കൊണ്ട് നടന്നിട്ടുണ്ട്. Anisha Karun's Costume and Ornaments Courtesy, Inspire Bridal Studio and Unisex Saloon, Karamana, Trivandrum.